നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. പുതിയ വർഷത്തിൻ്റെ പ്രഥമ ദിവസത്തിൻ്റെ സന്ധ്യാസമയത്ത് ദൈവവചനത്തിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഇങ്ങനെ ഒരവസരം ലഭ്യമായതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ദൈവത്തിന് നന്ദി കരേറ്റുന്നു. 2010 ദൈവത്തിൻ്റെ വലിയ നന്മകളും അനുഗ്രഹങ്ങളും കൃപകളും അനുഭവിക്കുവാൻ നമുക്കിടവന്നു. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും കരുണയാലും 2011 പ്രവേശിക്കുവാനും ഇന്നത്തെ ദിവസം പ്രഭാതം മുതൽ ദൈവവചനത്തിൻ്റെ മുൻപിൽ ഇരിപ്പാനും ദൈവം നമ്മെ സഹായിച്ചത് അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. 108ാമത് കൺവെൻഷന്റെ രാത്രി യോഗത്തിന്റെ സമാപന ദിവസമാണല്ലോ ഇന്ന് രാത്രിയിൽ ദൈവവചനം ശ്രവിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർക്കും സഭയുടെ ശുശ്രൂഷകന്മാർക്കും സഭാവിശ്വാസികൾക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഈ മൈക്കിന്റെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുകയാണ്. ഈ വർഷത്തെ കൺവെൻഷനിൽ ഈ സ്ഥലത്ത് എന്നെ ക്ഷണിക്കുകയും ശുശ്രൂഷയ്ക്കുള്ള അവസരം ഒരുക്കിത്തരികയും ചെയ്തതിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് ശേഷം അനുഗ്രഹീതനായ ദൈവദാസൻ ഇവിടെ ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. ഞാനും അദ്ദേഹവും തമ്മിൽ ദീർഘകാലത്തെ ആത്മീക ബന്ധമുണ്ട്. ഏകദേശം 34-35 വർഷത്തിനോടടുത്തുള്ള ആത്മീയ ബന്ധം ഞങ്ങൾക്ക് ഇരുവർക്കുമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അദ്ദേഹം എന്റെ ആത്മീയ ഗുരുവാണ്. 3 വർഷം ദൈവവചനം പഠിപ്പിച്ച അനുഗ്രഹീതനായ ദൈവദാസൻ. അദ്ദേഹത്തിനു മുൻപ് ദൈവവചനം ശുശ്രൂഷിക്കുന്നത് ഒരു പദവിയായി ഞാൻ കരുതുന്നു. എനിക്ക് ശേഷം പോരായ്മകൾ നികത്തി അദ്ദേഹം ആ ശുശ്രൂഷ തുടരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്ന് രാത്രി നാം വായിച്ചു കേട്ട വേദഭാഗത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നന്നായി വിഭജിച്ച് നമുക്കിന്ന് രാത്രി നൽകട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള ഉപമകളിൽ ഒരു ഉപമയാണ് ഇന്ന് രാത്രിയിലെ ആലോചനയ്ക്കായും ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചത്. വ്യാഴാഴ്ച രാത്രിയിൽ നമ്മുടെ കർത്താവായ യേശു പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ഉപമയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയുണ്ടായി. അത് കടന്നു വന്നവർക്കത് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. കർത്താവായ യേശുവിനെ ചിലർ കണ്ടെത്തുവാൻ അത് കാരണമായി തീർന്നു. ഇന്ന് രാത്രിയിലും ഈ ഉപമകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ആലോചനകൾ കടന്നു വന്നവർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ഉപമ വ്യാഴാഴ്ച രാത്രി നാം ചിന്തിച്ച ഉപമ പോലെ വളരെ പ്രസിദ്ധമായ ഒരു ഉപമയൊന്നുമല്ല. പക്ഷേ ഒരുപാട് ആത്മീയ സമ്പുഷ്ട ആശയങ്ങൾ ഈ ഉപമയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഈ ഉപമയെ സംബന്ധിച്ചു പറഞ്ഞാൽ 3 കാര്യങ്ങൾ നമുക്ക് ഈ ഉപമയിൽ കാണാൻ കഴിയും. ഒന്ന്, ഒരു മുന്തിരിത്തോട്ടം. രണ്ടാമത്, മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥനായ യജമാനൻ. മൂന്നാമത്, മുന്തിരിത്തോട്ടത്തിൽ വിളിച്ചാക്കപ്പെട്ട വേലക്കാരും അവർക്ക് ലഭിച്ച കൂലി കൊടുത്ത സമയവും. ഇങ്ങനെ വളരെ പ്രത്യേകതയുള്ള 3 വ്യത്യസ്തമായിരിക്കുന്ന വിഷയങ്ങളാണ് ഈ ഉപമയിൽ നമ്മുടെ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നാമത്തേത്, ഈ ഉപമയിലെ വിഷയം ഒരു തോട്ടമാണ്, മുന്തിരിത്തോട്ടമാണ്.
നാം 66 പുസ്തകങ്ങളുടെ സമാഹാരമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിലൂടെ നാം യാത്ര ചെയ്താൽ ബൈബിൾ നിരവധി തോട്ടങ്ങളെ കൊണ്ട് വിവരിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറയട്ടെ, ബൈബിൾ ആരംഭിക്കുന്നത് ഒരു തോട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ബൈബിൾ അവസാനിക്കുന്നതും ഒരു തോട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ബൈബിൾ ആരംഭിക്കുന്നത് ഏദൻ തോട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ബൈബിൾ അവസാനിക്കുന്നത് ജീവജലത്തിന്റെ നദിയുടെ അക്കരെയും ഇക്കരെയുമുള്ള ജീവവൃക്ഷങ്ങളാൽ നിബിഡമായ ഒരു തോട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഈ രണ്ട് തോട്ടങ്ങളുടെ ഇടയിൽ നിരവധി ചെറുതും വലുതുമായ തോട്ടങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചീരത്തോട്ടത്തെക്കുറിച്ച്, ഒലിവ് തോട്ടത്തെക്കുറിച്ച്, മുന്തിരിത്തോട്ടത്തെക്കുറിച്ചൊക്കെ ഈ ബൈബിൾ പ്രസ്താവിക്കുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാശയം, തോട്ടം ഒരു പാപമല്ല. ആരെങ്കിലും ഒരേക്കർ തെങ്ങിൻ തോട്ടമോ ഒരേക്കർ റബ്ബർ തോട്ടമോ വാങ്ങിച്ചാൽ അവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പാടേണ്ട കാര്യമില്ല. വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയം ഇതോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാര്യം തോട്ടങ്ങൾക്ക് ദൈവത്തിന്റെ വചനം നമ്മെ വിലക്കുന്നില്ല. തോട്ടങ്ങൾക്ക് പ്രഥമമായ സ്ഥാനം, ഒരു നല്ല സ്ഥാനം വിശുദ്ധ ബൈബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ മുന്തിരിയോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് നാം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വേദവാക്യങ്ങളിൽ ഇസ്രായേലിനെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു മുന്തിരിത്തോട്ടത്തോട് ഉപമിച്ചുകൊണ്ട് പ്രവാചകൻ ഒരു പാട്ടുപാടുന്നതായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തെ പ്രധാനമായും 3 കാര്യങ്ങളോട് സാദൃശ്യപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഒലിവാണ്, രണ്ടാമത്തേത് അത്തിയാണ്, മൂന്നാമത് മുന്തിരി. ഒലിവെന്നുള്ളത് അവരുടെ മതത്തെയും, അത്തി എന്നുള്ളത് അവരുടെ രാഷ്ട്രത്തെയും, മുന്തിരി എന്നുള്ളത് അവരുടെ ആത്മീയതയും സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ മുന്തിരിത്തോട്ടം മറ്റൊരു സത്യത്തെ സൂചിപ്പിക്കുന്നുവെന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ മുന്തിരിത്തോട്ടം ദൈവസഭയുടെ ചിത്രമായിട്ടാണ് ഇരിക്കുന്നത്. ദൈവസഭയെ പലതിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നാം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുന്നവർ ചോദിക്കാം, ദൈവസഭയെ തോട്ടത്തോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൊരിന്തിയ സഭയിൽ, കൊരിന്തിയിലുണ്ടായിരുന്ന സഭയെ അപ്പോസ്തലനായ പൗലോസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൃഷി എന്നുള്ള നിലയിലാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവസഭ ദൈവത്തിന്റെ കൃഷിയാണെങ്കിൽ ഈ മുന്തിരിത്തോട്ടത്തോട് ഉപമിച്ചുകൊണ്ട് ദൈവസഭയെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും വേദപുസ്തകവുമായി അത്ര കണ്ട് അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് എന്നെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നിങ്ങളുടെ മുൻപാകെ ദൈവസഭയെ സംബന്ധിച്ച് ഒരുപാട് വിവരിച്ചു കേൾപ്പിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഏതാണ് ദൈവസഭ? സഭകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വിശേഷാൽ ഈ കേരളക്കരയിൽ യഥാർത്ഥമായി ബൈബിൾ വിവക്ഷിക്കുന്ന ദൈവസഭ ഏതാണ് എന്ന ചോദ്യത്തിന്റെ മറുപടി വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിന്റെ ഭാഗത്തുകൂടി അനേക മറുപടികൾ നമുക്ക് പറയുവാനായിട്ട് കഴിയും. അതിലേക്കെല്ലാം ഇന്ന് രാത്രിയിൽ കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 3-4 കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ദൈവസഭ? അതിന്റെ വിവിധ വശങ്ങളിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 4 കാര്യങ്ങളിൽ ഒന്ന്, നാം അറിയുന്നത് പോലെ അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 47-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ വാചകമാണ്. നാം അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു.
അപ്പൊ ദൈവസഭ എന്താണ് എന്നവിടെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ്? രക്ഷിക്കപ്പെട്ടവരെ കൊണ്ടുള്ളതാണ് ദൈവസഭ. അപ്പോൾ ഇവിടെ ന്യായമായൊരു ചോദ്യമുണ്ട്, എന്താണ് ഈ രക്ഷിക്കപ്പെടുക? അതിന് കുറെ വിശാലമായ ഒരു നിർവചനങ്ങളൊക്കെ ഞാൻ സാധാരണ പറയാറുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് അത് ഒതുക്കി 1-2 വാചകങ്ങളിൽ ഓർപ്പിച്ച് അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കടക്കാം. എന്താണ് രക്ഷിക്കപ്പെടുക? രക്ഷിക്കപ്പെടുക എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കുന്ന ആശയങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം പലരിലും ഉണ്ട് എന്ന് വരികിലും വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത് ഓർപ്പിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് രക്ഷിക്കപ്പെടുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിവരിച്ചിട്ടുണ്ട്. അറിയാവുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് ചേർന്ന് പറയാം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷയ്ക്കായി വാകൊണ്ട് ഏറ്റുപറയുകയും നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. അപ്പൊ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസവും ഏറ്റുപറച്ചിലുമാണ്. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ ഒരു പാപിയാണെന്ന് തുറന്നു സമ്മതിക്കുകയും യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനാൽ എന്റെ പാപങ്ങൾക്ക് പരിഹാരം വന്നിരിക്കുന്നു എന്ന് ആ വ്യക്തി വിശ്വസിച്ച് ആ വ്യക്തി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ആ അനുഭവത്തിനാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഇങ്ങനെയൊരു അനുഭവത്തിലേക്ക് വരാത്ത ഏതെങ്കിലും ഒരു വ്യക്തികൾ ഈ വിശാലമായ പന്തലിന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്നു എങ്കിൽ സ്നേഹത്തോടുകൂടി ഞങ്ങൾ അവരെ ഓർപ്പിക്കുകയാണ്, ഇന്ന് രാത്രിയിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ സഭയുടെ അംഗങ്ങളായി തീരണം. അതിനുവേണ്ടി നിങ്ങൾ പാപിയെന്ന് ദൈവസന്നിധിയിൽ തുറന്നു സമ്മതിക്കുക. യേശുക്രിസ്തുവിന്റെ മരണത്താലും ഉയർപ്പിനാലും പാപങ്ങൾക്ക് പരിഹാരം വന്നിരിക്കുന്നുവെന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുക. ആ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. ഇതാണ് രക്ഷിക്കപ്പെടുക. രക്ഷയെന്ന് പറഞ്ഞാൽ നിത്യ നരകത്തിൽ നിന്നുള്ള വിടുതൽ അഥവാ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. അങ്ങനെ നിത്യ നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട